ബോബി ചെമ്മണൂരിന്റെ കേസ് ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നു. ആ തീർപ്പാക്കൽ അതിരൂക്ഷമായ വിമർശനങ്ങളോടുകൂടിയും കൃത്യമായ നിർദ്ദേശങ്ങളോടും കൂടിയാണ് എന്നുള്ളതാണ്. വാർത്തയോട് പ്രതികരിക്കാൻ ശ്രീ എം ആർ അഭിലാഷ്, സുപ്രീം കോടതി അഭിഭാഷകൻ. ശ്രീ എം ആർ അഭിലാഷ്, ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇന്ന് നടന്നിരിക്കുന്ന കാര്യങ്ങൾ, രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഒരു അസാധാരണ നടപടിയായി കാണേണ്ടതുണ്ടോ? ഇത് ഈ തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള കൃത്യമായ ഒരു സന്ദേശമായി മാറുകയില്ലേ കോടതി ഇപ്പോൾ തീർപ്പാക്കിയെങ്കിലും? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉചിതമായിട്ട് യഥാസമയത്ത് ഇടപെട്ടതിലൂടെ നിയമവ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇതൊരു വ്യക്തമായ സന്ദേശവും കൂടിയാണ്. റിമാൻഡ് പ്രതിയായിരിക്കുന്ന ഒരു വ്യക്തി തനിക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം ബാക്കിയുള്ളവരുടെ ജാമ്യത്തിലൊരു തീരുമാനമെടുക്കാതെ പുറത്തിറങ്ങുകയില്ല, ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് പ്രായോഗികമായിട്ട് സാധ്യമാകുക? ഒരു റിമാൻഡ് പ്രതിയെ സംബന്ധിച്ചിടത്തോളം ബെയിൽ ബോണ്ടിൽ അത് സംബന്ധിച്ചിട്ടുള്ള നടപടികളിൽ എപ്പോൾ ഒപ്പുവെക്കണമെന്നൊക്കെ അദ്ദേഹത്തിന് തീരുമാനിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ തന്നെയും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം അവകാശവാദം മുഴക്കുന്നതെന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചിരിക്കുന്ന ഒരു വ്യക്തി ജയിലിനുള്ളിൽ ഞാൻ പുറത്തിറങ്ങില്ല, ബാക്കിയുള്ളവർക്കെല്ലാം ജാമ്യം ഉറപ്പാക്കാതെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ജയിലിനുള്ളിൽ മുഴക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവ്യവസ്ഥയോടും അതുപോലെ തന്നെ ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ച കോടതിയോടുമുള്ള വെല്ലുവിളിയാണ്. ഒരു തരത്തിലും നിയമവ്യവസ്ഥയിൽ ആശാസ്യമല്ലാത്ത അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളും വെല്ലുവിളികളും എന്തുകൊണ്ടും ജാമ്യം റദ്ദാക്കുവാൻ കോടതിക്ക് പ്രാപ്തി നൽകുന്ന തരത്തിലുള്ള കാരണങ്ങളാണ്. ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒരിക്കലും സാധാരണമായി ഒരു വ്യക്തിക്ക്, ഒരു റിമാൻഡ് പ്രതിക്കും അവകാശപ്പെടാൻ കഴിയാത്ത സ്വാതന്ത്ര്യമാണ് അവകാശവാദമായിട്ട് അദ്ദേഹം മുഴക്കിയത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ജയിലിനുള്ളിൽ മറ്റ് റിമാൻഡ് പ്രതികളെ കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? പ്രത്യേക ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് ജയിലിൽ കിട്ടിയോ? അല്ലെങ്കിൽ മറ്റ് റിമാൻഡ് പ്രതികൾക്ക് അദ്ദേഹവുമായിട്ട് എങ്ങനെ ഇടപഴകാൻ കഴിഞ്ഞു? അവരുടെ ആവശ്യം എങ്ങനെ ഉയർത്തുവാൻ കഴിഞ്ഞു? അവരുടെ റിമാൻഡിനെ സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ എങ്ങനെ അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് ചെന്നു? ഇത് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്തതാണോ? ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റാണ് അദ്ദേഹത്തിന് ജയിലിൽ കിട്ടിയത്? ഇതൊക്കെ തന്നെ നമ്മളെ ആശങ്കാകുലരാക്കുന്നതാണ്. കാരണം ഒരു റിമാൻഡ് പ്രതിയെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുക, പരിമിതമായ സ്വാതന്ത്ര്യത്തോടുകൂടി ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിയുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് അയാൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യവും അവൈലബിൾ അല്ല. എന്നിരിക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അവകാശവാദങ്ങൾ മുഴക്കുന്നത് എങ്ങനെയാണ് നിയമപരമാകുന്നത്? ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ പ്രതിക്ക് പറയാൻ കഴിയുമോ, ഇല്ല ഞാൻ പുറത്തിറങ്ങുന്നില്ല, എല്ലാവർക്കും ജാമ്യം കൊടുത്തതിന് ശേഷം എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്ന്? ഒരു തരത്തിലും ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത നിയമവിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ കണ്ടത്. അതൊരു മാപ്പപേക്ഷയായി പുറത്തു വരുമ്പോൾ അതിനുള്ളിൽ ഒരു കുറ്റസമ്മതവും കാണുന്നുണ്ട്. എന്തായാലും അദ്ദേഹം അത് വൈകിയായിട്ട് മനസ്സിലാക്കിയത് നന്നായി. ജാമ്യം അനുവദിച്ച ഒരു പ്രതിക്കും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ കോടതിക്ക് ജയിലിനുള്ളിൽ മുഴക്കാൻ കഴിയുകയില്ല. അത് ഒരു തരത്തിലും നിയമപരമാകുകയില്ല. അത് ജാമ്യം അനുവദിച്ച കോടതിയുടെ ഉത്തരവിനോടുള്ള പരിഹാസമായിട്ട് തന്നെ കണക്കാക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ എത്ര സമ്പന്നനാണെങ്കിലും നിയമത്തിന് മുൻപിൽ നിങ്ങൾ സമവാനാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്ന ഇടപെടലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. തികച്ചും ശ്ലാഘനീയമായ. തീർച്ചയായും സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനങ്ങളാണ് കോടതിയിൽ നിന്നുണ്ടായത്. വളരെ നന്ദി അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.